ഇതാണ് വിഴിഞ്ഞം ഹാർബർ. ഇതിനോട് തൊട്ട് ചേർന്നാണ് വിഴിഞ്ഞം മൈനർ തുറമുഖം. കേരള ഗവൺമെൻറ് അധീനതയിലുള്ള വിഴിഞ്ഞം മൈനർ തുറമുഖം. ഇത് ഫിഷിംഗ് ഹാർബർ. ഇതിനോട് ചേർന്നാണ് ഇന്ന് ലോകപ്രശസ്തമായ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം, അദാനി കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം നിലകൊള്ളുന്നു. ഇത് വികസനത്തിൻ്റെ കേന്ദ്രബിന്ദുവായി കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും അധികം ശ്രദ്ധ പതിച്ചിരിക്കുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം. ഇതിനോട് തൊട്ട് ചേർന്നാണ് കേരള ഗവൺമെൻറ് അധീനതയിലുള്ള മൈനർ തുറമുഖം. ഇവിടെയാണ് കോവിഡ് കാലത്ത് 730ഓളം കപ്പലുകൾ ഔട്ടർ ആങ്കറേജിൽ ക്രൂ ചേഞ്ച് നടത്തിയത്. അത് കേരള ഗവൺമെൻറ്റിന് വലിയൊരു 100 കോടിയിലധികം വരുമാനമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. തുടർന്ന് ആ ക്രൂ ചേഞ്ച് നിന്നുപോയി. ഇപ്പോൾ ഈ തുറമുഖം യാഥാർത്ഥ്യമായതോടെ, ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം യാഥാർത്ഥ്യമായതോടുകൂടെ എല്ലാം അവിടെ കേന്ദ്രീകരിക്കുകയാണ്. പറഞ്ഞു വന്നത്, തെക്കൻ കേരളത്തിലെ കൊല്ലം മുതൽ തെക്കോട്ട് ഉള്ള മത്സ്യത്തൊഴിലാളികൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കേന്ദ്രീകരിക്കുന്ന ഫിഷിംഗ് ഹാർബറും ഫിഷ് ലാൻഡിംഗ് സെൻറ്ററുമാണ്. വിഴിഞ്ഞം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം കരാറിനോടനുബന്ധിച്ച് ഒരു ആധുനിക തുറമുഖം ഇവിടെ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തുറമുഖം ഇതുവരെയും, 2ാം ഘട്ടം പണി തുടങ്ങിയിട്ടും ആധുനിക തുറമുഖം നിർമ്മിച്ച് നൽകിയിട്ടില്ല. ഇവിടെ കൊല്ലത്തിന് തെക്കോട്ട് വർക്കല, അഞ്ചുതെങ്ങ്, തിരുവനന്തപുരം, പൂന്തുറ, അങ്ങനെ കേരളത്തിൻ്റെ പ്രമുഖമായ തീരങ്ങളിൽ നിന്നുള്ള വള്ളങ്ങളൊക്കെ മത്സ്യബന്ധനം കഴിഞ്ഞ് മത്സ്യവിപണനത്തിനായി എത്തുന്ന ഹാർബറാണ്. ഈ തുറമുഖം വർഷങ്ങളായി ഇതേ നിലയാണ്. ഇതിന് ഒരു ഹൈജീനിക് ആക്കുമെന്നും വലിയൊരു തുറമുഖം, അതുപോലെ തന്നെ വലിയൊരു ഹാർബർ ഇവിടെ നൽകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇവിടെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദിനം പ്രതി മത്സ്യബന്ധനം കഴിഞ്ഞ് ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിലേക്ക് അവരുടെ യാനങ്ങൾ അടുപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തെക്കോട്ട് കുളച്ചൽ, കന്യാകുമാരി തുടങ്ങി മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് വള്ളങ്ങളാണ് ഇവിടെ മത്സ്യബന്ധനം നടത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു ആധുനിക തുറമുഖം നൽകുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് യാഥാർത്ഥ്യമായില്ല. ആകുന്നില്ല. അത് തുറമുഖം വേണം, എങ്കിൽ മാത്രമേ ഈ തൊഴിലാളികൾ ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ലാത്ത പക്ഷം ഇത് തന്നെയാണ് ഗതികേട്. ഇപ്പോൾ ഇതാ ഒരാൾ നെറ്റിയൊക്കെ പൊട്ടിപ്പോണ് വന്ന് വീണ്. ഇത്രയും വള്ളങ്ങൾ ഇപ്പോൾ രാവിലെ അടുത്താണോ? രാവിലെ അല്ല, രാത്രിയും വരുന്നത്. ഇനിയിപ്പോൾ ഒരു കൂട്ടരിപ്പോൾ വരും, തട്ടുമടിക്കാർ. അവർ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിറഞ്ഞു കിടക്കും. അപ്പം അതുകൊണ്ട് ഇത് വികസനം ഇല്ലെങ്കിൽ ഇതിങ്ങനെ അതമ്പതിച്ചു പോകും. കൺസഷൻ കരാർ അനുസരിച്ച് ഒരു ആധുനിക തുറമുഖം ആദ്യഘട്ടം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുമെന്നും, അത് സ്വപ്നം കണ്ടു കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിൻ്റെ തെക്കൻ തിരുവിതാംകൂറിലും അതുപോലെ തമിഴ്നാട്ടിലും എല്ലാം ഉള്ളത്. പക്ഷേ അവർക്ക് ആ വാഗ്ദാനം യാഥാർത്ഥ്യമാകാത്തതിൻ്റെ വേദനയുണ്ട്. ഇതിപ്പോൾ അവർ ഫിഷിംഗ് കഴിഞ്ഞ് ഹലോ ഇത് മത്സ്യം പങ്കുവെക്കുകയാണ്. വീട്ടിലേക്കുള്ള മത്സ്യം പങ്കുവെച്ച് മീനൊക്കെ ഫ്രഷായിട്ടുള്ള മീൻ കൊണ്ടുപോവുകയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പണി? അതാണ് നമുക്കിപ്പോൾ ഉള്ളത്, തോനെയുള്ളത്. വേസ്റ്റാണ് സാധനം. ചെറിയ കഴിച്ച് ഇതാണ്ട് ആ വലക്കാർ കഴിക്കുന്നത് എല്ലാ വലക്കാർക്കും ഉണ്ടായിരുന്നു. ദൈനിക അവസ്ഥയാണ്. ഞങ്ങൾ 11 മണിക്ക് വന്നതാണ്. ഇപ്പോഴാണ് നിങ്ങൾ തട്ടുമണിക്കാണ്? എന്ത് മണിക്കാണ്? ഞങ്ങൾ ഒഴുക്കം വല. കടലിനൊരു ദോഷവും ചെയ്യുന്ന മത്സ്യബന്ധനമല്ല ഇത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ്. ഒഴുക്കൻ വലയാണ് ഇവർ മേൽത്തട്ടിൽ നിൽക്കുന്ന മത്സ്യങ്ങൾ പിടിക്കുന്ന ശരിയായ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടത് ആധുനികമായ ഒരു വരുത്തുപോക്കിന്, ഇവരുടെ മത്സ്യബന്ധനത്തിന് പോകാനും വരാനുമുള്ള സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു ഹാർബറാണ് വേണ്ടത്. മുതലപ്പൊഴി എന്ന് പറഞ്ഞാൽ ഒരു മരണപ്പൊഴിയായി മാറി അവിടെ അപകടം വാവിളർന്നിരിക്കുന്ന ആ പൊഴിയിൽ നിന്ന് വർഷത്തിൽ 100-100 ആൾക്കാരാണ് അവിടെ മരണം അടയുന്നത്. അതുകൊണ്ട് അത് മോശമായ ഒരു ഹാർബറാണ് മുതലപ്പൊഴി. അപ്പോൾ ഇതുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഹാർബർ. മത്സ്യത്തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷിതവും സേഫുമായിട്ടുള്ള ഒരു ഹാർബറാണിത്.
അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല രീതിക്ക് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്, താഴ്മയായി അപേക്ഷിക്കുന്നു. എന്തുണ്ട് കടലിൽ പോയിട്ടെന്ന് സന്തോഷമാണോ? നമ്മൾ കിട്ടിയാലും കിട്ടാൻ പോയിട്ടാൻ പറ്റും. പോയത് തന്നെ അല്ല ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. എവിടെയാ സ്ഥലം? സ്ഥലം ഇവിടെ തന്നെ എല്ലാം പുല്ലുവിളയിലുള്ള ആളാണ്. എത്ര ദൂരം പോകും നിങ്ങൾ ഫിഷിങ്ങിന്? നമ്മൾ കര കാണാത്ത ദൂരത്ത് അങ്ങോട്ട് പോകും. ഒരു ലക്ഷ്യമില്ല നമുക്ക് എവിടെയാണെന്നോട്ട് നിശ്ചിതമില്ല. നമുക്ക് മീൻ കിട്ടുന്ന ആ ഭാഗത്തോട്ട് നമ്മൾ പോകും. ഇല്ലെങ്കിൽ തിരിച്ചു വരും. കിട്ടിയാൽ കിട്ടും, അല്ലെങ്കിൽ ഇല്ല. ഇന്ധനത്തിൻ്റെ എല്ലാം ഒരു 5000, 6000, 7000 രൂപയൊക്കെ നഷ്ടമാണ്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ രീതി എന്തെങ്കിലും അവരെ തരും, ഷെയർ തരും. ചെറിയ ഇതാണോ, കുഴയാളാണോ കിട്ടുന്നത്? അതെ, ചെറിയ കുഞ്ഞു കുഴയാള. എന്നാലും അത് തീരെ തെറ്റില്ല, തീരെ ചെറുതല്ല. നമ്മളതാ കഴിച്ചങ്ങ് കളയാണ്. ഇത് ഈ സമയത്ത് വരുന്നവർ ഇനി വരുന്നത് തട്ടുമണിക്കാരാണ്. ഇനി വരുന്ന തട്ടുമണിക്കാരാണ്. ഈ രാത്രി ഭയങ്കരമായ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, കണ്ടല്ലോ ഇവിടെ? കാണുന്നുണ്ട്. അത് ഒഴുക്കമ്പലക്കാരും പിന്നെ ഈ ചൂണ്ടയ്ക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്. ചൂണ്ടയ്ക്ക് പോകുന്ന ആൾക്കാർ. ലൈറ്റ് പണിക്കാരുണ്ടോ? അതെ, ചൂണ്ടയ്ക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങളെ വള്ളത്തിൽ ഇവിടെ ഈ ഓവർ ഫിഷിംഗ് ഉണ്ടോ? ഒരുപാട് വള്ളം, ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ 3 വള്ളം 4 വള്ളം അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇനി ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കണം. നമ്മൾ വിദേശിയാണ്, സ്വദേശിയായ ഇവരോട് ചോദിക്കണം. അല്ല, ഇവിടെ എല്ലാ സ്ഥലത്തു നിന്നുള്ള വള്ളങ്ങൾ വരും അല്ലേ? എല്ലാ സ്ഥലത്തുള്ള വള്ളം. എവിടെ നിന്നൊക്കെയാ? പൂന്തുറ, അഞ്ച് വരെയുള്ള ഇവിടെ വരും. ഇവിടുന്ന് കന്യാകുമാരിയുടെ അങ്ങോട്ടുള്ള ആൾക്കാർ, കുളച്ചൽ കഴിഞ്ഞാൽ കന്യാകുമാരി, അതിന്റെ അങ്ങോട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ടെന്നാണ് പറയുന്നത്. ഇവർ സ്വദേശികളാണ്, ഇവിടുത്തെ വിഴിഞ്ഞത്തെ സ്വദേശികളാണ്. ഇവരുടെ പിന്നെ ഏനങ്ങളുമാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇതിനൊന്നും ഒരു സൗകര്യവുമില്ല. അപ്പോൾ ഇവർക്കൊരു ആധുനിക ഫിഷിംഗ് ഹാർബർ നൽകിയാൽ ഇവർ വേണ്ട കാര്യങ്ങളെല്ലാം ഇവർക്ക് സുഖകരമായി മത്സ്യബന്ധനം നടത്താനും അവർക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാവും. പക്ഷേ ഇത്രയും വികസനം ഈ രാജ്യത്ത് വന്നിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട വികസനമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളോ ഹൈജനിക്കായിട്ട് മത്സ്യം പിടിച്ചു കൊണ്ടുവന്ന് വിൽക്കാനുള്ള സാഹചര്യമോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ തുറമുഖത്തിൻ്റെ കരാർ അനുസരിച്ച് ഇവിടെ ഒരു ആധുനിക തുറമുഖം നിർമ്മിച്ച് നൽകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇവിടെ മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് അവർക്ക് വന്ന് അടുക്കാനോ അല്ലെങ്കിൽ അവരുടെ മത്സ്യം വേണ്ട വിധത്തിൽ വിപണനം ചെയ്യാനോ അവരുടെ ഏനങ്ങൾ സൂക്ഷിക്കാനോ ഉള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇന്നത്തെ മത്സ്യബന്ധനം കഴിഞ്ഞ് അവർ വന്നതാണ്. അവർക്ക് എങ്ങനെയുണ്ട് ഇന്ന്? മോശമാണോ അതോ? അപ്പോൾ ഈ തുറമുഖമൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഹാർബർ കിട്ടിയോ? ഇവിടെ നമുക്ക് സൗകര്യം ഇതുവരെ ഒരുക്കി തന്നിട്ടില്ല. ഇല്ല. ഇവിടെ നമുക്ക് വള്ളം അടുക്കാനോ, നമുക്ക് ഈ വള്ളങ്ങൾ കൊണ്ട് അടുപ്പിച്ചാൽ ഭയങ്കര ഡാമേജാണ്. അപ്പൊ അതുകൊണ്ട് അത് എത്ര വേഗം നിങ്ങൾ ക്ലിയർ ആക്കി തരാൻ പറ്റുമോ അത്ര വേഗം ക്ലിയർ ആക്കി തന്നെ നമുക്ക് സേഫ് ആയിരിക്കും. ചേട്ടൻ പറയുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്. നമുക്കിവിടെ ഒരു സൗകര്യവും ഒരുക്കി തന്നിട്ടില്ല. അല്ല, മുതലപ്പുഴി ഒരു അപകട കെണിയാണ്. അപ്പോൾ അവിടെ വള്ളം എടുക്കാൻ പാടാണ്. ഇപ്പോൾ അവിടെ ഉള്ളവരും, അപ്പോൾ തെക്കൻ കേരളത്തിലുള്ളവരും കന്യാകുമാരി തൊട്ട് ഇങ്ങോട്ടുള്ളവരെല്ലാം ഈ അടുക്കുന്ന ഒരു തീരമാണിത്. ഈ ഹാർബർ പക്ഷേ മെച്ചപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരു ഉറപ്പ് ലഭിച്ചില്ല അല്ലേ? അല്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ അടുക്കി വെച്ചിരിക്കുന്ന ഓരോ വള്ളങ്ങളുടെ സാധനങ്ങളാണോ? അതെ, വള്ളങ്ങളുടെ സാധനം. പക്ഷേ ഇതിങ്ങനെ വേലത്ത് കിടക്കുന്നവരും ഡാമേജ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വലകളെല്ലാം ചീത്ത. എല്ലാം തീരദേശത്തുള്ളവർക്കാണ് ഭയങ്കര നഷ്ടം. ഇത് ഗവൺമെന്റും ഒന്നും തരത്തില്ല, ആരും തരത്തില്ല നമുക്ക്. കപ്പലുകൾ വന്നു പോകുന്ന എന്തെങ്കിലും തടസ്സം വല്ലതും ഉണ്ടോ? തടസ്സമുണ്ട്. നമ്മുടെ വലകളൊക്കെ മുറിക്കും. നമുക്ക് 10,000-15,000 രൂപയുടെ നഷ്ടങ്ങൾ എപ്പോഴും ഡെയിലി ഉണ്ടാവും. അത് നമ്മൾ ആരുടെ അടുത്ത് പോയി പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെ പോലത്തെ ആൾക്കാരൊക്കെ വന്നാൽ പറയാൻ പറ്റും. ഇവിടെ പിന്നെ ഈ രാത്രി മത്സ്യബന്ധനം നടത്തുമ്പോൾ ഈ ടഗ്ഗുകൾ അതിനിടയിലൂടെ സൈറൺ മുഴക്കി പോകുന്നുണ്ടല്ലോ കപ്പൽ വരാൻ വേണ്ടി. അങ്ങനെ ദിവസം ഉണ്ടോ? അങ്ങനെ ഒന്നും ഇവിടെ ഞങ്ങൾ ഇതുവരെ ഇല്ല. അല്ല, കപ്പലുകൾ ഇതിന് മുമ്പേയൊക്കെ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ ഉള്ളിലോട്ടല്ലേ മുമ്പുള്ള മാസങ്ങളിലൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ഒഴുക്കം വലയാണോ? ഒഴുക്കും വല. ഇന്നെന്താ ഇങ്ങനെ കുഴകളെ ഒരു മോശമായ രീതിയിൽ? ഇത് കൂടുതലായിട്ട് ഉള്ളിൽ വെച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മൺസൂൺ സീസൺ അല്ലേ? മൺസൂൺ സീസൺ തന്നെയാണ്. വർഷകാലം വന്നോ? കടലെടുത്തോ? ഈ പ്രാവശ്യം മൊത്തം കുറവ് തന്നെയാണ്. നമുക്ക് ഈ കാറ്റ് മഴയൊക്കെ വന്നാൽ മാത്രമേ നല്ല മീനൊക്കെ കിട്ടത്തുള്ളൂ. ഈ പ്രാവശ്യം അത് കുറവായതുകൊണ്ട് കൂടുതലായിട്ടില്ല. നിങ്ങളെ വിഴിഞ്ഞം സ്വദേശികൾ തന്നെയാണോ?
ഇല്ല, പല സ്ഥലത്തുള്ളവരും ഉണ്ട്. എവിടെയൊക്കെ ഉള്ളവരാ? ഈ പുല്ലുള, പൂന്ത്ര, വിഴിഞ്ഞത്തുള്ളവരും ഉണ്ട്. എല്ലാം മിക്സഡാണ്. ഇവിടുത്തെ മത്സ്യബന്ധനം അവർക്ക് കടലിൽ വരുത്തുപോക്ക് യഥാർത്ഥത്തിൽ വളരെ ദുഷ്കരമാണ്. അവർക്ക് വല അഴിക്കാനും അവരുടെ ഏനങ്ങൾ സൂക്ഷിക്കാനും അതുപോലെ അവർക്ക് വിശ്രമിക്കാനും ഹൈജനിക്കായിട്ട് മത്സ്യ വിപണനം നടത്താനുമുള്ള ഒരു സൗകര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 10-25 വർഷം മുൻപുള്ള അവസ്ഥയിൽ തന്നെയാണ് ഈ ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. ഇത് മാറണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 10,000-കണക്കിന് വള്ളങ്ങൾ മത്സ്യബന്ധനം നടത്തുന്ന ഈ തീരക്കടലിലും ഉൾക്കടലിലും അവരെല്ലാം വിപണനത്തിനായി എത്തുന്നത് ഇവിടെയാണ്. ഇതിനെ തൊട്ട് ചേർന്ന് കിടക്കുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വലിയ തുറമുഖവും അതും അതിനോടനുബന്ധിച്ചിട്ടുള്ള മൈനർ തുറമുഖവും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ വിഴിഞ്ഞത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇത്.